ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മെഴുകുതിരിയും അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെരിച്ചാഴിയുടെ ശല്യം മാറ്റാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനാവശ്യം നമുക്ക് മെഴുകുതിരിയും സോപ്പുമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മെഴുകുതിരി ഇതൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇത് സ്ക്രാച്ച് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പഴയ നമ്മുടെ ഈ ഉള്ളിയുടെ ഒക്കെ കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സോപ്പിന്റെ ഒരു കഷ്ണം കൂടി നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കാം. അത് മികുതിരി ഞാനത് സ്ക്രാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് ഒരു കഷ്ണം സോപ്പ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സോപ്പും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചാക്കാം. ഈ ഒരു സോപ്പ് ഏതായാലും മതി കേട്ടോ. ഇന്ന സോപ്പ് വേണമെന്നില്ല, കുളിക്കുന്ന ഏത് സോപ്പായാലും മതി. പഴയ സോപ്പ് തേങ്ങിയതൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇനി അതിനുശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഗോതമ്പിന്റെ പൊടിയാണ് കേട്ടോ. ആട്ടപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, ഗോതമ്പിന്റെ പൊടിയാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു റോൾസ് പോലെ ആക്കി എടുക്കാനുള്ളത് നമുക്കൊന്ന് കൊഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് അധികം വെള്ളം ആവാതെ നമുക്കൊന്ന് ആ ലെവലിൽ നമുക്കൊന്ന് കൊഴിച്ചെടുക്കാം. നമ്മൾ മാവിന്റെ ആ ഒരു പരുവം പോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കണം, ഒരിക്കലും വലിയ ഉരുളകളാക്കണം. വലിയ ഉരുളകളാക്കിയാൽ പെരിച്ചായി എലിയൊക്കെ വന്നിട്ട് അതിൻ്റെ ആ മേൽഭാഗം മാത്രം കഴിച്ചു പൊയ്ക്കോളും. ചെറിയ ചെറിയ ഉരുളകളാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ആ മാതിരി റോൾസ് മൊത്തം കഴിക്കുകയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഇതുപോലെ ഓരോരോ ബോൾ ഒന്ന് പരത്തി വെച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ബോളാക്കിയിട്ടുള്ള ആ ഒരു ഇത് എടുക്കുക. ഇതിൻ്റെ ഒരു പകുതി മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ ഒരു പകുതി മതി. ഇത് നമ്മളിതിൻ്റെ ഈ സെൻറ്ററിൽ വെച്ചിട്ട് നന്നായി ഒന്ന് റൗണ്ട് ചെയ്യുക കേട്ടോ. അതായത് അത് പുറത്ത് കാണാത്ത വിധത്തിൽ ഒന്നുകിൽ വേണമെങ്കിൽ റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മേൽഭാഗത്തൊന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ തീർച്ചയായും എലി വന്ന് നിൽക്കുന്ന സമയത്തോടക്കം എലിയുടെ വായിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ കുറച്ച് കുറച്ച് റോളാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എലിയ പെരിച്ചായൊക്കെ വരുന്ന ആ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വന്ന് കഴിച്ച് അപ്പം തന്നെ ചാവില്ല. പിന്നീട് അത് പോകും തോറും അതിനൊരു ശ്വാസത്തിങ്ങലൊക്കെ അനുഭവപ്പെട്ട് പിന്നീട് അത് കുറച്ചപ്പുറം ദൂരെ പോയി ചത്തുപോകും കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എവിടെയൊക്കെ ശല്യമുണ്ടോ അതുപോലെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് കണ്ടോ, ഈ ഭാഗങ്ങളിലൊക്കെ ശല്യം ഉണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും വന്ന് ഭക്ഷിച്ചോളൂ. അതുപോലെ വേറെ എവിടെയാണോ ഉള്ളത് ഇതുപോലെ കുഴികളൊക്കെ കുഴിച്ച് വെക്കുന്നത് പെരിച്ചാഴിയുടെ ഒക്കെ ഒരു രീതിയാണ്. ഇവിടെയൊക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവ വന്ന് കഴിച്ചിട്ട് ചത്തു പോയിക്കോളൂ കേട്ടോ.